സുവിശേഷയോഗമായതുകൊണ്ട് ഇത് പറയണം. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്. എന്താണ് സുവിശേഷം? മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, ആളെ കൂട്ടുകല്ല, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളവും ബഹളവും മേളവും അല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ നസറയനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആ വാക്യം നമുക്ക് മനപാഠമാ. പൗലോസ്ലീഹ ആ കാര്യം പറഞ്ഞല്ലോ. ആ തിമോഥെയോസിന്റെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. ദൈവത്തിന് മഹത്വം. വാക്യം കണ്ടോ സഹോദരിമാര്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്. അത് എന്റെ ഭാര്യയാ വായിക്കുന്നത്. മുന്നിൽ ഇരിക്കുന്നത് എന്റേതല്ല. പുള്ളി മിണ്ടുന്നുമില്ല. അപ്പം അത് ഞങ്ങളുടെ സഭയിലെ സാവു ബ്രദറിന്റെ വൈഫ റോസ്ലി. ഇവര് 3-4 പേരുണ്ട്. വാക്യം വായിച്ചു തരും. ചിലയിടത്ത് ചെല്ലുമ്പം എനിക്ക് വാക്യം വായിച്ച് തരികയില്ല. അത് അറിയാൻ മേലാഞ്ഞിട്ടോ വാക്യം വായിക്കുകയില്ല. മിക്കവരും പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വിവരമൊന്നുമില്ല, അയാൾ എന്തെങ്കിലും വായി വരുന്ന വിളിച്ച് പറയും. വെറുതെ എന്തിനാ നാണം കിടന്നോടത്ത് ഒരു പാസ്റ്റർമാർ പോലും വായിച്ചു തരികയല്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, എനിക്ക് ബോധമില്ലാതായിപ്പോയി, എന്നാ ചെയ്യാനാ. പിന്നെ ശിവപാസ്റ്റർ ഇടയ്ക്ക് വായിക്കും. പുള്ളി പാടുകയും കൂടെ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ വേണ്ടല്ലോ എന്നോർത്ത് ഞാൻ അടുത്തടുത്ത് പോകുമ്പോൾ ഇപ്പൊ ഇവരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് മരിച്ചിട്ട് നിർത്തുകല്ല, ഉയർത്തെഴുന്നേറ്റെന്ന്. മറ്റു പലരെയും പേര് പറയുന്നത് മരിച്ചു, തീർന്നതോടെ. എന്നാൽ ഇതങ്ങനല്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അതാകുന്നു സുവിശേഷം. ദൈവത്തിന് മഹത്വം. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്ത്, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്ത്, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. രാജിത മകസെടുമാ മനുസുതനെ, രാജിത മകസെടുമാ മനുസുതനെ, രാജസമ്മാനിതനെ, രാജസമ്മാനിതനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ആമേൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ എന്താണ് സുവിശേഷം? അത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തുകല്ല, ഉയർത്തെഴുന്നേറ്റ അവൻ നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഇന്നും നാളെയും അതാ ഇവിടെ മുഴങ്ങുന്നത് സുവിശേഷം. സ്തോത്രം. അധികം വിവരിക്കുന്നില്ല. എന്തിനായി സുവിശേഷം? എന്തിനാ? മോനി ചെന്നിത്തല പാസ്റ്ററുടെ വയറ്റിപ്പഴപ്പിനല്ല, പുള്ളിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. സഹോദരങ്ങൾക്കും കണ്ടമാനം കാശ് കൂടിയത് കൊണ്ട് എന്നാ നമുക്കൊരു യോഗം വെച്ചേക്കാം. സ്തോത്രം. അവര് കർത്താവിന്റെ വേലയെ സ്നേഹിച്ചായത് ചെയ്യുന്നത്. വിശേഷിച്ച് അദ്ദേഹത്തിന്റെ അനുജത്തിമാര് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാശ് കണ്ടമാനം കൂടി ചെയ്യുന്നതല്ല. സുവിശേഷം എന്തിനാ? മതം മാറ്റാനല്ല, സഭ മാറ്റാനല്ല, സംഘടന മാറ്റാനല്ല. ആമൻ ബഹളവും മേളവും ഉണ്ടാക്കി 2 ദിവസം നമുക്കൊരു ഒരു ഓളം ഉണ്ടാക്കാം, എല്ലാവരും ആഘോഷിക്കല്ലയോ. അവിടെ പടക്കം പൊട്ടിക്കുന്നു, അവിടെ കതിന തീർക്കുന്നു, അപ്പുറത്ത് അടിച്ച് കിറുങ്ങി അവൻ നടക്കുന്നു, മറ്റവൻ പെരുത്ത് നിൽക്കുന്നു. എന്നാ നമുക്ക് പെരുക്കാനൊക്കെയല്ല, എന്നാ പിന്നെ ഇങ്ങനൊന്ന് പെരുപ്പിക്കാം. അല്ലല്ല. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. വായിച്ചോ തീത്തോസ് 2:11-12 അറിവുള്ള വാക്യമാ, മനപാഠമാ. എന്നിരുന്നാലും ഒന്ന് വായിച്ചോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ
യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് അതെ മൊത്തം വായിപ്പിക്കുന്നില്ല. വാക്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാനാ. സ്തോത്രം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാ, അല്ലാതെ കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നത്. അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചേ, അങ്ങനല്ലേ പഠിപ്പിച്ചേ? അതിന്റെ സിദ്ധാന്തമാ അവളും അങ്ങ് മറക്കുക. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. കൊരങ്ങ് ആരാ? ബാബുട്ടിച്ചാനാണോ പറഞ്ഞത്? എനിക്ക് തോന്നി, ഞങ്ങളുടെ സഹശുശ്രൂഷകന്. അപ്പോൾ കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്ന ഒരു കൂനിക്കൊരങ്ങ്, പിന്നെ ഒരു ഇച്ചിരി പടം കാണിച്ച, പിന്നെ ഇച്ചിരി മുഴുത്ത ഇങ്ങനെ, അങ്ങനെ ആദ്യം ഇങ്ങനെ കുനിഞ്ഞൊരു കുരങ്ങ് ഇങ്ങനെ എങ്ങനെ നടക്കുക, പിന്നെ കൈ പൊക്കി വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു കുരങ്ങ്. പടം കണ്ടതല്ലേ? വലിച്ചു കയറി കപ്പലിൻ്റെ മുട്ടായി മേടിച്ചായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ പറഞ്ഞത് ഇങ്ങനെ കുരങ്ങാന്നാ പറയുന്നത്. ഇതാ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചത്, അതാ പഠിച്ചതും. അത് പഠിച്ചെങ്കിലേ മാർക്ക് തരുവുള്ളൂ. പക്ഷേ അത് ലോകത്തിന്റെ പഠിത്തമാ, സിദ്ധാന്തമാ. ആ ഒരു കാര്യം പറയാ, ഇത് സിദ്ധാന്തമല്ല, ദൈവത്തിന്റെ വചനമാ. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയ ആ വചനം ദൈവമാ. ഇന്ന് രാത്രി ഇത് സിദ്ധാന്തമല്ല ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ വചനമാ. ഉലകിലൊരുക്കി ശുദ്ധ ചെയ്ത വചനം, നിർമ്മല വചനം, തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം, അതിവേഗത്തിൽ ഓടുന്ന വചനം, അവ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം. ഇത് നിർമ്മല വചനമാ. ആമേൻ. വചനം തേനിലും തേൻകട്ടകിലും മധുരമുള്ളതാ. ഇത് പൊന്നിലും തങ്കത്തിലും വളരെ ആഗ്രഹിക്കത്തക്ക വചനം. ആ വചനത്തിന്റെ സത്യമാ പറയുന്നത്, സിദ്ധാന്തമല്ല. സിദ്ധാന്തമാ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നെന്ന്. പക്ഷെ അങ്ങനല്ല, ദൈവം സൃഷ്ടിച്ചതാ മനുഷ്യനെ. പിന്നെ ഞാൻ എപ്പോഴും പറയും, ചില ഇടങ്ങളിൽ ചെന്ന് യോഗത്തിനുള്ള ചിലരുടെ ഇരിപ്പും നോട്ടം കാണുമ്പം സിദ്ധാന്തം തന്നെ ശരിയെന്ന് തോന്നിപ്പോകും. അത് മലയാളത്തിലുണ്ട്, ഉൽപ്രേക്ഷ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അനിയത്തി മലയാളം എം എ അങ്ങാട്ടല്ലേ, വിളിസംഭാഷയുടെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യേ? അവിടെ എവിടെയെങ്കിലും കാണും. അതാ. അപ്പൊ അത് താൻ അല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാക്കി അലങ്കൃതി എന്ന് പറഞ്ഞ അത് താൻ അല്ലയോ ഇത് എന്ന് പറഞ്ഞാൽ ചിലരുടെ ഇരിപ്പ് നോട്ടം കാണുമ്പോൾ എനിക്ക് ഉൽപ്രേക്ഷയാണ്. വന്നപ്പോൾ എനിക്കൊരു ഉൽപ്രേക്ഷ ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ഉൽപ്രേക്ഷ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ചിലരെ കാണുമ്പോൾ ഇപ്പോൾ ഉൽപ്രേക്ഷ ഉണ്ട്. അത് താനല്ലയോ ഇത്. എൻ്റെ ഉൽപ്രേക്ഷ മാറ്റി വേണം ഇവിടുന്ന് വിടാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണ് കൊടിച്ച് മനുഷ്യനെ ഉണ്ടാക്കി. ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടിക, അതിനൊന്നും ഒരു അപാകതയില്ലെന്നുള്ളൊരു വിശേഷത. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് മനുഷ്യ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചതാ. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം. പരമവർഗ പൂജിത ഭാഗ്യ വിചിത്തമത ഒരു തോട്ടം ചമച്ച തിങ്കൽ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു പാട്ടം വാര വിധം തീം യോജിതമൊന്നുകൊണ്ടു തിതു കൽപ്പന ചേട്ടം കന്നി പൂജിപ്പാനോ അരുതൻ അറിവിൻ മരമായതിനിഷ്ടം മാറുത്തും കൊന്നാൽ വരുമേ മരണം എന്നല്ലൊരു നീക്കമില്ലെന്ന് കരുതണം നിങ്ങളൊന്നു പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൻ പരമേശന്താൻ, വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൻ. വനങ്ങളപ്പ കണ്ടിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടക്കത്തിൽ. വനങ്ങളപ്പ കണ്ടിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടക്കത്തിൽ. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം.
ആട്ടെ, ഇന്ന് സമയം പോയത് കൊണ്ട് പാട്ടിന്റെ എല്ലാ വരികളും പാടുന്നില്ല. അപ്പോൾ സർവജ്ഞനായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ, സകല മനുഷ്യരും രക്ഷിക്കപ്പെടാനാ സുവിശേഷം. സ്തോത്രം. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ദൈവത്തിന് മഹത്വം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കേണ്ടത്? വായിച്ചോ 49-ാം സങ്കീർത്തനം, അതിന്റെ പ്രാരംഭവാക്യം. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? ഒരു വിഭാഗക്കാരോ, ഒരു സംഘടനക്കാരോ, ഒരു സഭക്കാരോ, ഒരു ഏരിയയിലുള്ളവരോ, ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ഉള്ളവർ മാത്രമല്ല കേൾക്കേണ്ടത്. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. സകല ആൾക്കാരും ഇത് കേൾക്കണം. ആ മനുഷ്യരായി പിറന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല ആൾക്കാരും കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതെന്തുവാ സുവിശേഷം? സുവിശേഷം നല്ല വാർത്ത, ഗുഡ് ന്യൂസ് എന്നാ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗുഡ് ന്യൂസ്. സ്തോത്രം. ഗുഡ് ന്യൂസ്. ന്യൂസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ മോളെ അനാനി പറ. വേറെ ആരും പറ, പെട്ടെന്ന് പറ, എനിക്കറിയത്തില്ല. എന്നെ ഈ ആട്ടെ, ന്യൂസ്, NEWS. അതാ ന്യൂസ്. ന്യൂസ് എന്താ? ന്യൂസ്, നല്ല ന്യൂസ്. സുവിശേഷം, ഗുഡ് ന്യൂസ്. മാസികയുടെ കാര്യമല്ല പറഞ്ഞ്. സ്തോത്രം. ഗുഡ് ന്യൂസ്, നല്ല വർത്തമാനം, സദ്വർത്തമാനം, സുവിശേഷം. അതിന് മറ്റു വാർത്തകളൊന്നും നമുക്ക് നല്ല സുഖം തരുന്ന വാർത്തയല്ല. ആണോ? അല്ല. ഒരു പയ്യനും പ്രിയപ്പെട്ടവളും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതെങ്ങാണ്ടേ ഉള്ളൂ. അപ്പൻ 2 പേരുടെ അപ്പന്മാര് 4 പേരും മരിച്ചു. ഇല്ലേ? അവിടെ മരിച്ചു. പൂങ്കാവ്. ഞാനും പോയി ഡെഡ് ബോഡി കണ്ടതാ. 4 ഡെഡ് ബോഡിയാണ് നിരത്തി വെച്ചിരുന്നത്. അതൊരു നല്ല വാർത്തയല്ല. അല്ല. കേൾക്കുന്ന വാർത്തകളെല്ലാം മനോഭീതി. ലോറി മറിഞ്ഞ് പുറത്തോട്ട് വീണു. നല്ല വാർത്തയാണോ? അല്ല. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നമുക്ക് മനോദുഃഖവും നിരാശയും വെപ്രാളവും നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന വാർത്തയാ. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല അധികം. ചെന്നിത്തല സഭയിൽ അടി നടന്നു. അത് നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. ഒന്നുകൂടെ നടന്നാ കൊള്ളാന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ കേട്ട വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥതയുളവാക്കുന്ന വാർത്ത. അപ്പനെയും അമ്മയും കൊണ്ട് അനാഥശാലയ്ക്ക് വിട്ടു. നല്ല വാർത്തയാണോ? മക്കൾക്ക് നല്ല വാർത്തയായിരിക്കും. അങ്ങനെ വിട്ടവരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. നല്ല വാർത്തയല്ല. ചേട്ടനും അനിയനും തമ്മിൽ മിണ്ടുകയില്ല. അതൊരു നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയലത്തുകാരുമായിട്ട് അതിര് തർക്കം, അത് നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകാനിരിക്കുക, എന്നാലും 1 സെന്റ് സ്ഥലം കൊടുക്കുകയല്ല. എല്ലാവരും പറക്കാനിരിക്കുക. എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു കേട്ടോ. ഇതൊന്നും നല്ല വാർത്തയല്ല. സഹോദരങ്ങളോട് മിണ്ടുകയല്ല. അതൊരു നല്ല വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച പിള്ളേരെ ഇട്ടേച്ച് ഒരുത്തന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി. എനിക്കത് നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. പൊടിക്കുഞ്ഞുങ്ങൾ കരയുക, ഒന്ന് പാല് കുടിക്കുന്ന പ്രായം, അമ്മയുടെ മുലപ്പാല് കൊടുക്കേണ്ട സമയമാ, അവളത് ഇട്ടേച്ച് പോയി. നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയെ വെട്ടി നുറുക്കി, നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ഭർത്താവിന്റെ കൂടെ കട്ടിലേ കിടക്കുമ്പോൾ പുറപ്പിനടി കിടന്ന് വേറൊരുത്തിന് ഫോൺ ചെയ്തു. ഈ ഏരിയയില്ല. നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. മോണിച്ചാഞ്ചിരിക്കുന്നു, പേരൊന്നും പറയുന്നില്ല. എന്തിനാ വെറുതെ നാളെ യോഗമുള്ളതുകൊണ്ട് അലോഗ്യം ഉണ്ടാക്കണ്ട. നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. 1-2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അയ്യോ ബേബിച്ചായിന് ക്യാൻസർ, നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരെ ദൈവം സൗഖ്യമാക്കട്ടെ. ഇന്നയാൾക്ക് ബ്രെയിൻ ട്യൂമർ, അത് നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്ത മുഴുവൻ മനോദുഃഖമുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന വാർത്തകളാകുമ്പോൾ ഇത് ചെവിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാ. ചെവിക്ക് ഉണ്ണായി വാര്യർ പണ്ട് നളചരിതത്തിൽ പറഞ്ഞത്, ചിലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം കുകരസരസൈദിപം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. അപ്പൊ കേൾക്കുന്ന വാർത്തയല്ല, അസ്വസ്ഥതയാ. കൊടിയ കർണശൂലങ്ങൾ, ചെവിക്കകത്തൂടെ ശൂലം കുത്തി ഇറക്കുന്നത് പോലുള്ള വാർത്തകളാ കേൾക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ തിങ്ങി നിറയുന്ന ഈ ലോകത്ത് ചിലർക്ക് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുന്നതാ ഇഷ്ടം. എനിക്കൊരു സഹോദരൻ ഇറങ്ങി, അവനെ നല്ല വാർത്തയൊന്നും പറയല്ല, വന്ന് പറയുന്നില്ല. പറഞ്ഞ് സഭയിൽ അടിയായിരുന്നു, കസേരയ്ക്ക് അടിച്ചത്.
അവനത് നല്ല വാർത്തയാ. എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. ദൈവമേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അടുത്ത പിറ്റേന്ന് വാർത്തയായിട്ട് വരിക, ലോറി മറിഞ്ഞ് 5 പേര് ചത്തു. അത് മുഖമൊക്കെ നല്ല പ്രകാശിച്ചാ പറയുന്നത്. ഇങ്ങനത്തെ വാർത്തകൾ അവന്റെ ഈ ഫേസ്ബുക്ക് ആണെങ്കിലും എന്തുവാ വാട്സപ്പിലാണെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ അത് മിക്കവർക്ക് അയച്ചും കൊടുക്കും. എന്നാൽ ഇതിനടുത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഇന്ന് വരെ അവൻ അയച്ചിട്ടില്ല. ഇത്ര പേര് സ്നാനപ്പെട്ടു സഭയോട് ചേർന്ന്, അവൻ അയക്കത്തില്ല. അയ്യോ, ഇങ്ങനെയുള്ള കക്ഷികൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു. ആവശ്യമില്ലാത്ത വാർത്തകൾ പറയാൻ ആൾക്കാർക്ക് താല്പര്യം. അതെ, ഞാനൊരിക്കല് തുരുത്തിക്കാട് ഒരു കൺവെൻഷന് പ്രസംഗിച്ച് ചെന്നപ്പോൾ നമ്മുടെ ഒരു ഉപദേശിയ പ്രായമുണ്ട്, നടക്കാനും ഗപ്പും കടയൊന്നും ഇല്ല. എന്നാലും പുള്ളി ഇങ്ങനെ പമ്മി നിൽക്കുക. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കാ മറ്റേ കാര്യം എന്തുവായെന്ന് ഞാൻ ചെയ്യുന്ന. ഓ അതേ, എനിക്ക് ഈ ചെറിയ ഫോണായതുകൊണ്ട് ഒന്നും അറിയാൻ ഒക്കുന്നില്ല. അപ്പം ഞാൻ വലിയ ഫോണും മേടിച്ചു കൊടുക്കണം, വാർത്തയും പുള്ളിയോട് അത് നിൽക്കാൻ പോലും കപ്പും കടയില്ല. മുതുക്കനാ, എന്നാലും നല്ല വാർത്ത കേൾക്കാൻ താല്പര്യമില്ല അല്ലേ? ഇവിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല വാർത്ത ഒന്നേ ഉള്ളത്, സുവിശേഷമാ. ആർക്കും കേൾക്കാം, എവിടെ വെച്ചും കേൾക്കാം, ആരോടും പറയാം, ആർക്കും കേട്ടിരിക്കാം, ആർക്കും അസ്വസ്ഥത വരത്തില്ല. ഈ വാർത്ത കേട്ടാൽ നിനക്ക് വിടുതലേ ഉണ്ടാകൂ. അതാ സുവിശേഷത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ മഹത്വം. കൂടുവിൻ, സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനമൊത്തെല്ലാരും നിന്നിടുവിൻ. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് ബേഗ് സന്തോഷമേ. ഇടിക്കണം, പേയും കോട്ടന ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുവിൻ കൊടി കോച്ചത്തോട് ഉയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് വേഗം സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല വാർത്ത ഒന്നതേ ഉള്ളൂ, സുവിശേഷമാ. ആർക്കും കേൾക്കാം, ഏത് വ്യക്തിക്കും കേൾക്കാം, എവിടെ വെച്ചും കേൾക്കാം. മരണ വീട്ടിലും പറയാം, വിവാഹ ശുശ്രൂഷയിലും പറയാം, വീട് ഗൃഹപ്രവേശനത്തിലും പറയാം, അവൻ വഴിവെക്ക് നിന്ന് പറയാം, അവൻ സ്തോത്രം പള്ളിക്കകത്ത് പറയാം, അവൻ മുക്കിൽ നിന്ന് പറയാം, അവൻ സ്തോത്രം കുന്നിന്റെ മുകളിലോ താഴ്വരയിലോ, അവൻ പീഡികത്തിണ്ണയിലോ, എവിടെ ഇരുന്നും പറയാൻ പറ്റുന്ന ഒറ്റ വാർത്തയുള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷമാ ദൈവം അനുവദിച്ചാൽ ഇന്നും നാളെയും ഇവിടെ മുടങ്ങി കേൾക്കുന്നത്. ഇത്രയും പേര് വന്നല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും വന്ന് ഇത് കേൾക്കുവാൻ ദൈവമേർക്കും കൃപ നൽകട്ടെ എന്ന് ഇന്ന് രാത്രി വീണ്ടും പ്രാർത്ഥിക്കുക. അതിന് മുഖാന്തരമായി കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും ദൈവം അതിന് മുഖാന്തരമാക്കി ദൈവം നിങ്ങളെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സന്തതികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെയും ഉയർത്താൻ പറ്റുന്നതൊന്ന് സുവിശേഷമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഞാൻ ഇത്ര വരെയൊക്കെ ആരാ സ്റ്റേജ് ഇട്ടെ? സ്റ്റേജ് ആരാ ഇട്ടെന്ന് ഇവിടെ ഉണ്ടോ? അതോ ഉമ്മ വീണത് പോലെ ഞാൻ വീഴുവോ? ഓ, അതറിയണം. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അപ്പുറത്ത് പോരുതെന്നുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. എന്നാലും അറിയണമല്ലേ, എന്നെ അറ്റത്തെങ്ങാനും ചവിട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എല്ലാവരും കേൾക്കാൻ പറ്റുന്നതാണ്. ഓടിച്ചു മുമ്പോട്ട് പോ. അതെ, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ ജാതിയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാ. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് പെന്തിക്കോസിലും അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. ഇതിനകത്തും ഇരിപ്പുണ്ട്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഉണ്ടെന്ന് ഇല്ലെന്നൊന്ന് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ തടി തപ്പാനൊന്നും നോക്കണ്ട. ഉണ്ട്. ഒറ്റ ഒരുത്തന്റെ സന്തതിയായിരിക്കുന്ന മുഴുവൻ. അങ്ങനെ ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ദൈവത്തിന്റെ മകത്ത. പിന്നെ മനുഷ്യനെ ഇങ്ങനെ ഭാഷയും ജാതിയൊക്കെ ആക്കി 11 ഭാഷയെല്ലാം കൂടെ കലങ്ങി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിരിഞ്ഞു, പിന്നെ പരുവക്കേടായി.
ഈ പരുവത്തിനൊക്കെ ആയിരിക്കുന്നത് മനുഷ്യൻ ഒപ്പിച്ചു വെച്ച വിന കൊണ്ടാ. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇനി ഒരു ജാതിയാകും. ദൈവത്തിന് മഹത്വം. ഇനി ഒരു ജാതിയാകും. ദൈവത്തിന് മഹത്വം. വേട്ടമല്ല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരൻ ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരൻ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം കാലമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലമിൻ അനുഭവം. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനായി ഈ സ്പർദ്ധ, ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒറ്റ ഒരുത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന സകലയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ലോകത്തിലുള്ള സകല മനുഷ്യനും. അപ്പൊ എങ്കിൽ മനുഷ്യൻ ഇത് തരംതിരിച്ചത് കൊണ്ട് പറയുക, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട വാർത്ത സുവിശേഷമാണ്. ഒരു കാര്യത്തോടെ പറഞ്ഞാൽ ഭാഗമിട. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ഒരു വാക്യം വായിച്ചോ, ലൂക്കോസ് 2:10. ഒത്തിരി വായിപ്പിക്കണമെങ്കിലും തെളിവിന് ഓരോന്നും മതിയല്ലോ. ലൂക്കോസ് 2:10. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു ദൂതനോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം കേട്ടാൽ സർവ്വജനത്തിന് സന്തോഷം ഉണ്ടാകും. ഇന്ന് രാത്രി നിരാശയുടെ പടുകുടിയിൽ, പാപത്തിന്റെ പടുകുടിയിൽ, അവൻ തീരാവ്യാധികളാൽ, മാറാ രോഗത്താൽ, നിരാശയുടെ അവന്റെ ആഴത്തിൽ കിടക്കുന്ന ആരെങ്കിലും അവൻ ഈ സുവിശേഷം കേൾക്കുന്നെങ്കിൽ നിന്റെ നിരാശ മാറ്റി, തകർച്ച മാറ്റി, സന്തോഷത്തിന്റെ അവൻ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതാ ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള വായിച്ചേ, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ശ്രദ്ധിക്കുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, അതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും സന്തോഷമാണ്. ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണഗണങ്ങൾ ഒത്തിരി ഉണ്ട്. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? ഒരു വാക്യം ഒന്ന് വായിച്ചോ. മർക്കോസിന്റെ സുവിശേഷം ഒന്നിടത്തെ, അതിന്റെ 16-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 14-15 ഒന്ന് വായിച്ചേ. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ ഗുണമുണ്ടാകും? സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുവാ? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന്. സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം 50 കൊല്ലമായിട്ട് കേട്ടേച്ചിരിക്കുക, പക്ഷെ ഒരു മാനസാന്തരവും. 60 കൊല്ലമായിട്ട് ഇതിനകത്ത് വന്ന ആൾക്കാരുണ്ട്, മാനസാന്തരം ഒന്നും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നും, സ്വന്തം സഹോദരന് കൈ പോലും കൊടുക്കുന്നില്ല. ചേട്ടനും അനിയനുമാ, കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല. ഒരാൾ ചർച്ചോക്കോടും ഒരാൾ IPC. ഇളയ പുള്ളിയോടും താല്പര്യം, പുള്ളി TPM-ൽ. ഒരെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. എന്നെയല്ല, പിന്നെ എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു. സുവിശേഷം കേട്ടാൽ നടക്കുന്ന സംഭവങ്ങളാ മാനസാന്തരം ഉണ്ടാകുമെന്ന്. എന്തുവാ ഈ മാനസാന്തരം? ഒറ്റവാക്കി പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരവാ. തിരിച്ചു വരണം, തിരിയണം. ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം, ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, 3:19 ഒന്ന് വായിച്ചേ.
അപ്പോസ്തല പ്രവൃത്തി 3:19 പെട്ടെന്നൊന്ന് വായിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. തിരിഞ്ഞുകൊള്ളണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ തിരിയും. ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകും. തിരിയണം. നമ്മളെല്ലാവരും തിരിക്കാൻ മിടുക്കരാ, പക്ഷെ നമ്മൾ തിരിയത്തില്ല. നമ്മൾ നന്നായിട്ട് പിന്നെ വർഷങ്ങളാണ് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നിത്തലയെ ഒത്തിരി പേരെ തിരിച്ചു, കോടുകുളഞ്ഞിൽ ഒത്തിരി പേരെ തിരിച്ചു. ചില കീർവാണം പറയല്ലേ, എന്റെ ശുശ്രൂഷയിൽ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇത്ര പരസ്യയോഗം നടത്തി. ഞാൻ കാസർഗോഡിന്റെ അങ്ങേ അറ്റം മുതൽ ഉപ്പള മുതൽ കന്യാകുമാരിയുടെ മുനമ്പ് വരെ. നല്ല കാര്യമാണ്. ഞാൻ എല്ലാ വർഷവും 21 ഇരിക്കും, സമാധി ഇരിക്കുമ്പോൾ ഇരിക്കുക. അപ്പുറത്തുകാരനോട് മിണ്ടുകയല്ല, അയലത്തുകാരനോട് മിണ്ടുകയല്ല. നീ ചുമ്മാ ഇങ്ങനെ ചെറുകോറിലെ പുള്ളി ഇരിക്കും പോലെ അതിലെ പോകുമ്പോ കണ്ടിട്ടില്ലേ? എന്തിനു നീ ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കുന്നത്? എന്നിട്ട് പറയുക ഉപവാസമാ. അടുപ്പിൽ പോലും കത്തിക്കല്ല എന്ന് പറഞ്ഞാൽ വരുന്നവന് പോലും ഇച്ചിരി വെള്ളം കൊടുക്കുകയല്ല. അവനും നിറന്നിരിക്കുക. അവനിന്ന് പ്രാഗ പ്രാർത്ഥിക്കൊന്നുമില്ല. ഈ മുടിഞ്ഞവന്റെ വീട്ടിൽ വന്നിട്ട് തൊണ്ട ഉണങ്ങി ഇടിച്ചിട്ട് വെള്ളം പോലും. എന്തിനങ്ങനെ ഇരിക്കുന്നു? എനിക്ക് മൈക്ക് സുഖമാകുന്നില്ല മോനെ, എനിക്ക് സുഖമാകുന്നില്ല. അതെന്താ എനിക്ക് പറയാൻ അറിയാൻ മേല. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. ആ പരുവത്തിന് നിൽക്കട്ടെ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നാളെ അത് നികത്തണേ. ഇന്നിപ്പം ആദ്യ ദിവസമല്ലേ. മാനസാന്തരം ഉണ്ടാകണം, ഒരു തിരിഞ്ഞു വരവ്. അങ്ങനല്ലേ? അതോടെ വായിച്ചേ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. 26 അപ്പോസ്തല പ്രവൃത്തി 26:20 ചേർത്തൊന്ന് വായിച്ചോ. 26:20. ആദ്യം ദമസ്കസിലും യെരുശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതായി മാനസാന്തരം. നേരത്തെ വഴി, നേരത്തെ രീതി, ചിട്ട, സംസാരം, ജീവിത ചര്യ അതൊന്നും ഇനി പാടില്ല. തിരിഞ്ഞു വരണം. എന്തുവാ ഇംഗ്ലീഷിൽ പറഞ്ഞ എബൌട്ടാണെന്നാണോ? ഇരിക്കട്ടെ, തെറ്റുകാരനെ ഞങ്ങൾ ക്ഷമിക്കണം. ഇംഗ്ലീഷ് ഒന്നും അറിയാമല്ല, പക്ഷെ പറയാൻ ആഗ്രഹമാണ്. പണ്ട് ഞങ്ങളുടെ ഒരു സഹോദരി പ്രഗ്നന്റ് ആയിരുന്നു. അവിടെ അനിയത്തിയും കൂടെ പോയി ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ചേട്ടത്തി വെളിയിൽ നിൽക്കുക, അനിയത്തി ആ പ്രഗ്നന്റ്, അവള് ടൈമായി. അപ്പം ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, എടീ സിസ്റ്ററെ കൂടെ നിന്ന് സിസ്റ്ററോട് പറഞ്ഞു ലേബർ റൂമിലോട്ട് കൊണ്ടുപോക്കാളാൻ. അപ്പോൾ ഇവള് പയ്യെ ഇറങ്ങി വന്നപ്പോൾ ചേട്ടത്തി ചോദിച്ചു, എന്തോ പറഞ്ഞെടി? ഡോക്ടർ പറഞ്ഞു ലൈബ്രറിയിലോട്ട് പൊക്കോളാൻ. അവളെ ചോദിച്ചു, നീ എന്നെ വായിച്ചു പഠിക്കാൻ വന്നാന്നോ എന്ന് പറഞ്ഞ പോലെ എനിക്കും അങ്ങ് തെറ്റുക. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു സഹോദരി, പേര് പറയുന്നില്ല, എന്തുവാ സാം എന്തുവാന്ന് ഇന്ന് ഒരു ദിവസം പശുവിനെ വഴി കെട്ടാന്ന നോക്കട്ടെ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഇംഗ്ലീഷ് പറയാൻ എന്നെ പോലെ ആഗ്രഹമാണ്, പക്ഷെ എന്നെ പോലെ തന്നെ അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ ഉപ്പാപ്പനൊരു സംസാരിച്ചപ്പോൾ ഉപ്പാപ്പനൊരു കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, രമണൻ പറഞ്ഞ അഗിഡിയ നല്ലതാന്ന് പറഞ്ഞു. അഗിഡിയ എന്ന് പറഞ്ഞതാ രമണന്റെ അഗിഡിയ എന്ന് പറഞ്ഞ പോലെ ഞാനും അറിയത്തില്ല. തെറ്റുകാരനെ ഞങ്ങൾ ക്ഷമിക്കുക, താല്പര്യമുള്ളതുണ്ടെങ്കിൽ പറയുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തിരിച്ചു വരണം. പണ്ടത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ, പാരമ്പര്യങ്ങൾ, മാമൂലുകൾ അതെല്ലാം വിടണമെന്ന്. അതായി മാനസാന്തരം. മദ്യപാനം, വെറുക്കൂത്ത്, ലഹരി പദാർത്ഥങ്ങള്, പാപം, തെറി പറയുന്നല്ലാതെ അടി പിടി, കേസ്, കോടതി, വഴക്ക് ഇതെല്ലാം വിടണം. വിട്ടച്ച് തിരിഞ്ഞിഞ്ഞു വരണം. അതാ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടവരുണ്ടെങ്കിൽ കൈ ഒന്ന് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കൈ പൊക്കണം. കൈ പൊക്കുന്നവരെ അടുത്തിരിക്കുന്നവരെ ഒന്ന് നോക്കുകയും ചെയ്യണം. ചുമ്മാ പൊക്കരുത്. ചുമ്മാ കൈ ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ട്രില്ല് കളിക്കും പോലെ കളിക്കരുത്. ഈ വിധത്തിൽ തിരിഞ്ഞു വന്നവര് അവര് ഒരു ഹല്ലേലൂയ കൈ പൊക്കി പറഞ്ഞ ഞാൻ കണ്ണടയ്ക്കാൻ നോക്കുകയല്ല. നിങ്ങൾ കൈ താക്ക്, ഞാൻ കണ്ണൊന്ന് തുറക്കട്ടെ. തിരിച്ചു വരവ്, അതാ മാനസാന്തരം.
വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലായിന്ന് KSRTC ബസ്സേ കയറി നമ്മുടെ കായംകുളത്തിന് ഇപ്പുറം ചെട്ടുകുളങ്ങര അമ്പലത്തിനപ്പുറം ഒരു സ്റ്റോപ്പുണ്ട്, ഈരേര. അവിടെ ഒരു വീടുണ്ട്, വലിയ വീട്ടിലെ ലീലാമാമ, അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവുക. അപ്പം ഞാൻ ബസ്സേ കയറി, രാവിലെ കയറിയതാ. അപ്പം വേറൊരു വീട്ടിൽ കയറി വെച്ച് വേണം, അന്ന് വണ്ടിയൊന്നുമില്ല, ഏതാ സ്വന്തമായിട്ട് വണ്ടിയില്ല, അതുകൊണ്ട് രാവിലെ ഇറങ്ങി ബസ്സേ കയറി. അപ്പോൾ ഞാൻ ആ കണ്ടക്ടർ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കുന്ന സൈഡിൽ, അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ കൊടുക്കാനും ഒക്കെ പോകുമ്പോൾ അവിടെ ഫ്രീ, എനിക്ക് ഇഷ്ടം അവിടെ ഇരുന്നു. അപ്പം എൻ്റെ തൊട്ട് മുൻപിലെ ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നിരുന്നു. ഉദ്ദേശം ഒരു 10-80 കാണുമായിരിക്കാം. ഇപ്പം അങ്ങനെയൊന്നും പറയാനും ഒക്കത്തില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 80 ആണോ 70 ആണോ അറിയത്തില്ല. നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു, അങ്ങനെയൊക്കെയല്ലേ ഇപ്പം സംസാരം. അതുകൊണ്ട് ഉദ്ദേശമാണ്. അപ്പം ഇദ്ദേഹം വന്ന് ഫ്രണ്ടിലിരിക്കുകയാണ്. കണ്ടക്ടർ വന്നപ്പം അപ്പം എവിടെ ഇറങ്ങാനാ? അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് പുത്തുള്ളപ്പടി ഇറങ്ങണം, ഇവിടെ പുത്തുള്ളപ്പടി. സാറേ സ്റ്റോപ്പ് ആകുമ്പോൾ പറയണം. കണ്ടക്ടർ പറഞ്ഞ് പറയാം. ടിക്കറ്റും കൊടുത്ത് കാശും അപ്പച്ചൻ കൊടുത്തു. വണ്ടി തിരുവല്ലയിൽ നിന്ന് അങ്ങോട്ട് വിട്ടപ്പം രാവിലത്തെ യാത്ര, അപ്പച്ചൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തല നിറച്ച് എണ്ണ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആ വണ്ടിയെ കയറിയത്. അപ്പം സൈഡ് സീറ്റ് ഇരിക്കുന്ന നല്ല കാറ്റ്, തല തണുത്തിരിക്കുക. അപ്പം ഈ കാറ്റും വണ്ടിയുടെ ആ പോക്കും ഒറ്റയ്ക്കുള്ള ഇരിപ്പും എല്ലാം കൊണ്ടാകുമ്പം അപ്പച്ചൻ അങ്ങ് മയങ്ങി ഉറങ്ങി. പിന്നെ ആൾക്കാർ അങ്ങോട്ട് ധാരാളം പൊടിയാടിയെന്നും പുളിക്കീടിന്നും മാനാറിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചോറുമൂക്കിൽ നിന്നുമൊക്കെ കയറി. അപ്പം ആള് തള്ളിയപ്പം കണ്ടക്ടർ അങ്ങ് മറന്നുപോയി അപ്പച്ചൻ ഇറങ്ങേണ്ട സ്ഥലം. അപ്പച്ചൻ മയങ്ങുകയും ചെയ്തു. അപ്പം പുത്തുവിളപ്പടിയും കഴിഞ്ഞ് സ്റ്റോർമുക്കും ഒക്കെ കഴിഞ്ഞ് കോയിക്കമുക്കും കഴിഞ്ഞ്, കോയിക്കമുക്കല്ലേ ആയി കഴിഞ്ഞ്, ഞാൻ തെറ്റിക്കോട്ടെന്ന് ഓർത്താണോ? അപ്പം കോയിക്കമുക്കും കഴിഞ്ഞ് പുത്തുവിളപ്പടിയും കഴിഞ്ഞ് കല്ലുമൂടും കഴിഞ്ഞു. കല്ലുമൂട് കഴിഞ്ഞ് വളവ് കഴിഞ്ഞ് ചെറുകോൽ അടുക്കാറായപ്പം കാരായ്മ അടുക്കാറായപ്പം അപ്പച്ചൻ കണ്ടു തുറന്നു. നോക്കിയപ്പോൾ കാരായ്മയായി. എവിടെ ആയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാരായ്മയാകുന്നു. ഉടനെ അപ്പച്ചൻ അങ്ങ് ചോദിച്ചു, അടിക്കും സാറേ എന്ന് പറഞ്ഞു. ബെല്ലടിക്കാൻ പറയുക. പുള്ളി അടിച്ചപ്പം വണ്ടി എങ്ങും അല്ലാത്ത സ്ഥലത്താണ് നിർത്തിയത്. ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റ് വന്ന് പറയാ, അപ്പച്ചന്റെ പ്രകൃതി അങ്ങ് മാറി. എടോ തന്നോടല്ലോടോ ഞാൻ പറഞ്ഞത് എന്നെ പുത്തുവളപ്പടി ഇറക്കണം. ഇപ്പൊ പുത്തുവളപ്പടി പറഞ്ഞ് കല്ലും മൂടും കഴിഞ്ഞ് കാരാമ അടിച്ചു, ഞാൻ എന്തോ ചെയ്യും, തന്നോടല്ലേ പറഞ്ഞ്. കണ്ടക്ടർക്ക് അബദ്ധമായിരുന്നോണ്ട് പുള്ളിയൊന്നും മിണ്ടിയില്ല. വളരെ ബുദ്ധിയുള്ള ആളാ, മിണ്ടാതിരുന്നു. ഇറങ്ങ് അപ്പൊ വണ്ടിക്കകത്തിരുന്ന് അപ്പച്ച ഇറങ്ങ അപ്പച്ച. ഇറങ്ങാം. പിന്നെ ഇറങ്ങാതെ പിന്നെ ഇതിനകത്തിരിക്കാൻ പോവാന്നോ എന്നൊക്കെ വെച്ച് പുള്ളി അങ്ങ് ഇടഞ്ഞിച്ചേ ഈ ഇത് പിടിച്ചങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പുള്ളി തിരിഞ്ഞേച്ച് ഒന്നുകൂടെ കണ്ടക്ടറോട്, എടോ ഞാനിനി പുറകോട്ട് നടക്കണമല്ലോടോ, പുള്ളി ഇറങ്ങി മാറിയപ്പം ബെല്ലടിക്കുന്നതിന് മുന്നേ കണ്ടക്ടർ അപ്പച്ചനോട് പറയാ, അപ്പച്ചാ ഈ 19 വയസ്സായ സമയത്ത് തുരുതുരുന്ന് വണ്ടി വരുന്ന ഈ റോഡിൽ കൂടെ അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കണം. ഇതാ മാനസാന്തരം. തുരുതുരുന്ന് വണ്ടി വരുന്ന ഈ മെയിൻ റോഡിൽ 80 വയസ്സുള്ള അപ്പച്ചൻ പുറകോട്ട് ഒരു കാരണവശാലും നടക്കരുത്. അപ്പച്ചൻ നടക്കേണ്ടത് തിരിഞ്ഞേച്ച്. അതാ മാനസാന്തരം. തിരിഞ്ഞു. അങ്ങനെയല്ലേ വായിക്ക് ഇയോടി അത് മടക്കിയോ? 3:19. അതുകൊണ്ട് രാജാവേ, ഞാൻ സ്വർഗീയദേശത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാ മാനസാന്തരം. നീ നേരത്തെ പോയ വഴിയിൽ കൂടെയും പാറയിൽ കൂടി നടക്കരുത്. നീ തിരിഞ്ഞേച്ച് ദൈവത്തിങ്കിലേക്ക് വരണം. സുവിശേഷം കേട്ടാനുള്ള സാധ്യതകൾ അതാ മാനസാന്തരം ഉണ്ടാകും. ദൈവത്തിന് മകത്ത് എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. മാത്രമാണോ വഷളത്വം വിടണം. 8:21 അപ്പോസ്തല പ്രവൃത്തി. അറിവുള്ള വാക്യവും ഭാഗമായതുകൊണ്ട് വിസ്തരിക്കണ്ടല്ലോ, വായിച്ചോ. 8:21. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്കും പങ്കും ഓഹരിയുമില്ല. പങ്കും ഓഹരിയുമില്ല. പിന്നെ നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാശുള്ള ശീമോന
പത്രോസും പൗലോസും പത്രോസൊക്കെ കൈവെക്കുമ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിക്ക് നെടല് തട്ടുമ്പോൾ രോഗി സൗഖ്യമാകുക. അപ്പോൾ ഇയാൾക്ക് ഇച്ചിരി കാശുള്ള പുള്ളി കാശുമായിട്ട് പറഞ്ഞ് ഇല്ല കാശ് പിടിച്ചോ, ഞാൻ ആരുടെയും കൈവച്ചാൽ. ഷിമോൻ, അത് ഷിമോൻ ഒരുക്കിയ വഴി. അതിന് വേദ പഠിതാക്കൾ എനിക്ക് നമ്മളെ PG മാത്യു സാറാന്നോ ആരോ പഠിപ്പിച്ചപ്പോൾ അതിന് പറഞ്ഞത് സൈമണി എന്നാ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, തെറ്റിയോ? സൈമണി. ഇരിക്കട്ടെ. നിങ്ങളുടെ ഇരിപ്പുണ്ട് ഇയാൾ എന്തിനാ ഇംഗ്ലീഷൊക്കെ പറയുന്നതായിരിക്കും, ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക. സൈമൺ ഒരുക്കിയ വഴിയാ. കാശ് കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല, ഭൗതിക വസ്തുക്കൾ കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. ആടിനെയും കോഴിയെ ഏത്തക്കൊലയും പൂവൻകൊലയും എണ്ണയും തിരിയും ആമൻ സ്തോത്രം ഇതൊന്നും കൊടുത്ത് സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒറ്റ വഴി ഒറ്റ മാർഗ്ഗം യേശു ക്രിസ്തു മാത്രം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ, വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ. ഓ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവാ മാനസാന്തരം? തിരിച്ചു വരവ്, വഷളത്തം വിടുക, അതാ മാനസാന്തരം. രണ്ട്, അതുകൂടെ പറഞ്ഞെങ്കിൽ നിർത്താതെ നോക്കുമ്പോൾ സുവിശേഷം കേട്ടാൽ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35. ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം. ഒന്നുകൂടെ വായിച്ച 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട്, ഫിലിപ്പോസ് ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി അവനോട്. വായിച്ച തിരുവെഴുത്ത് 32 മുതൽ വായിച്ച എന്തുവാ തിരുവെഴുത്ത്? തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. വായിച്ച ഭാഗം ഇതാ. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. അത് യെശയ്യാ പ്രവചനം 53:7. അതുകൂടെ ചേർത്ത് വായിച്ചോ, ഏതായാലും വാക്യമല്ലയോ. യെശയ്യാ പ്രവചനം 53:7 അതാന്നല്ലോ. വായിര്, പെട്ടെന്ന് വായിക്കും. 53:7 രണ്ട് വായിക്കു തന്നല്ലോ. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. പിന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്രികളുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധി. ഈ ഭാഗമാണ് ഫിലിപ്പോസ് ആ ഷണ്ണൻ തേരിൽ നിന്ന് വായിക്കുന്നത്. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ട. ഫിലിപ്പോസ് ചേർന്ന് നടന്ന് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ തേരെ കയറി പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുൾ തിരിച്ചു കൊടുത്ത ഭാഗമാണ് സുവിശേഷം. യേശുവിനെ പറ്റി പറഞ്ഞു. യേശുവിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി 35-ാം വാക്യം വായിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്തത്, അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അടുത്തത്, അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം വിസ്തരിക്കുന്നില്ല, ഭാഗമറിയാം. ചുരുക്കി പറഞ്ഞാൽ ഷണ്ണൻ സ്നാനപ്പെട്ടു. അപ്പോൾ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം തിരിച്ചു വരവാ. രണ്ട്, സ്നാനം നടക്കും. സ്നാനം നടക്കുന്നില്ലേ ഓർത്തോണം. നീ കേട്ടത് സത്യസുവിശേഷം അല്ല, അതിനകത്ത് മായം ചേർത്തിട്ടുണ്ട്. ഇത് മായമില്ലാത്ത സുവിശേഷമാണ്. ഇതിനകത്ത് കൂട്ട് ചേർക്കരുത്, മായം ചേർക്കരുത്, കയ്യിൽ നിന്നൊന്നും വിടരുത്. ഉള്ളതങ്ങ് പറഞ്ഞാൽ മതി. ഉള്ളതാണല്ലോ വായിപ്പിച്ച് കേൾപ്പിച്ചേ. എന്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഇട്ടില്ലല്ലോ. ഇട്ടോ? ഇല്ല. എന്തിനാ ഇടുന്നേ? ഇതിനകത്തുണ്ടല്ലോ എല്ലാം. കൂടുതലും അത് പറഞ്ഞിട്ട് ഇതങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ മതി. അങ്ങനെ ഫിലിപ്പോസ് അങ്ങനെ ചെയ്തേ. ഇത് വായിപ്പിച്ച് കേൾപ്പിച്ച് തിരുവെടുത്ത് പൊരുൾ തിരിച്ചപ്പോൾ രണ്ടുപേരും വണ്ടി ഓടി വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു, വേണ്ട വെള്ളം, ഇതാ വെള്ളം.
നീ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നു. എങ്കിലാകാം. 40 വാക്യം കൂടെ ചേർത്ത് വായിച്ചു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകും, 2 സ്നാനം. അല്ല, എങ്ങനത്തെ സ്നാനം? വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം അല്ല, ശരിയായ സ്നാനം. എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങണം. നിമജ്ജന സ്നാനം. ആ സ്നാനം വെള്ളം സാക്ഷ്യം പറയും. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതു പിന്നീട് ശോണിതവും, ആത്മാവു വെള്ളമതു പിന്നീട് ശോണിതവും, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയേ, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവ, പുതിയ വേല ചെയ്യുവാൻ, ഓ പുതിയ വേല ചെയ്യുവാൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ, ഓ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ. അപ്പോൾ കേൾക്കുക, സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം വന്നിട്ടില്ലെങ്കിൽ നീ കേട്ടത് ശരിയായി സുവിശേഷമല്ല, സുവിശേഷം നിന്റെ അകത്ത് കയറിയിട്ടുമില്ല. പിന്നെ ഏതാണ്ട് ഒരു ഇളക്കപ്പരിപ്പ് ഉണ്ടായി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ശരിയായ സത്യസുവിശേഷം കേട്ടാൽ നീ സ്നാനപ്പെടും. അത് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഞങ്ങൾക്കൊരു അമ്മക്കുട്ടി കൊച്ചമ്മയുണ്ടായിരുന്നു നമ്മുടെ വാകത്താനത്തെ ടാബർനാക്കിൽ കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ അഞ്ചേരിലോട്ട് പോയി, തോമസ് ജോർജ് പാസ്റ്ററുടെ കാലത്ത്. അപ്പൊ അവിടുത്തെ ഒരു വിശ്വാസി അമ്മാമയ ഇട്ടിമാണിയിലെ അമ്മക്കുട്ടി കൊച്ചമ്മ, പിള്ളേരിലെ ഇപ്പൊ അമേരിക്കയിലുണ്ട്. അച്ചായൻ പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന ചുമതലക്കാരിൽ ഒരാളാണ്. കൊച്ചമ്മയ്ക്ക് വചനമെല്ലാം സുവിശേഷം കേട്ടപ്പോൾ മനസ്സിലായി സ്നാനപ്പെടണം. വീട്ടിലിറങ്ങാൽ കൊല്ലും. പുതുപ്പള്ളി പള്ളിയുടെ എനിക്കൊന്ന് ഏതാണ്ട് ചുമതലയുണ്ട് അച്ചായന്, വലിയ കുടുംബക്കാര് ഇട്ടിമാണിക്കാര്. അപ്പം കൊച്ചമ്മ സത്യമാണെന്ന് അറിഞ്ഞു, സുവിശേഷം കേട്ടു, സത്യമാണെന്ന് അറിഞ്ഞു, മുങ്ങുകയും ചെയ്യണം. മുങ്ങിയ പ്രശ്നവുമാണ്. എന്തോ ചെയ്യും? അന്ന് ബഹുമാനപ്പെട്ട PG മാത്യു സാറ ടാബർനാക്കിൽ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ആ കൈതേപ്പാലത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുക, തോട്ടിൽ പറവിൻ്റെ സമയത്താണ്. അപ്പം തോട്ടിൽ വെള്ളമുണ്ട്. തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനമെല്ലാം കൂടെ ചിന്തിച്ച് പുള്ളിക്കാരി തുണി ആ കല്ലിലോട്ട് വെച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി തന്നെ അങ്ങ് സ്നാനപ്പെട്ടു. പിറ്റേന്ന് PG മാത്യു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. അയ്യോ, എവിടെ പോയി പെട്ടു? ഞാൻ തന്നെ സ്നാനപ്പെട്ടെന്ന്. അതെങ്ങനെ? തുണി കഴുകാൻ പോയപ്പം എനിക്ക് തോന്നി അച്ചായൻ സമ്മതിക്കത്തില്ല, ഉപദേശിമാരെ കൊണ്ട് മുക്കാനോട്ട് അനുവദിക്കത്തും ഇല്ല. അച്ചായൻ എന്നാ പിന്നെ ഞാൻ തന്നെ ദൈവത്വ കർത്താവ് ഞാൻ അങ്ങ് മുങ്ങുക. വെള്ളം കാണുമ്പോൾ തന്നെ മുങ്ങുന്നാന്നോ സ്നാനം? അല്ല. സ്നാനപ്പെടാൻ യേശു നടന്നാ വന്നത്. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ. ഇതൊന്ന് പാടി വെക്കട്ടെ. അപ്പം അല്ല, ഇതിന്റെ ശബ്ദത്തിൽ വരി കിട്ടുകയില്ല. ഒന്നാമത് എൻ്റെ തൊണ്ടയും കൊള്ളുകയില്ല, ട്യൂണുമില്ല. അപ്പം ഇതൊന്ന് പറയട്ടെ. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഇത്തിരി ദൂരം നടന്നാ വന്നേ. എന്തുവാടെ വർത്താനം പറഞ്ഞേ? ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമ്മുടെ മാതൃക യേശുവാ. നടന്നാ വന്നേ.
യോഹന്നാന്റെ കൈക്കീഴിൽ വന്ന് സ്നാനപ്പെട്ടു. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം ശരിയായിട്ട് കേട്ടാൽ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം, ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം. ഏതായാലും പറഞ്ഞു പോയല്ലോ, ബാക്കി കൂടെ പറഞ്ഞങ്ങ് ആ ഭാഗം വിടാം. സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം, അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ, എല്ലാം വായിപ്പിക്കുന്നില്ല, 44. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്. വായിച്ചോ, 44. വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഈ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. 34 എന്ന് വായിച്ചേ, 10:34. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറയണം. എന്തുവാ പറഞ്ഞത്? 38-ാം വാക്യം വായിച്ചേ. നസ്രയനായ യേശുവിനെ, അതാ സുവിശേഷം. യേശുവിനെ പറ്റി പറഞ്ഞു. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു, വാ തുറന്നു. ചിലക്ക് സുവിശേഷം പറയാൻ വാ തുറക്കുകയല്ല. ആരാധനയ്ക്ക് വന്നിരുന്ന വാ തുറക്കുകയല്ല, ഊമം കുത്തിയിരിക്കും. കമ്മിറ്റി കൂടുമ്പോ ഇവ മിറ്റത്തുടങ്ങി അണ്ണാക്ക് വെക്കും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ആരാധനയ്ക്ക് വന്നാൽ കൈ അടിക്കുകയല്ല, വാർതാനിരിക്കുമ്പോൾ ഇരിക്കുക. ഒരു വിഷയം ഉണ്ടാകട്ടെ, കൈ തെറുത്തേച്ച് അവസാനം നീ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായി, എന്നെ പറഞ്ഞ ഏതാണ്ടൊരു സണ്ണ ബേബി, ഇപ്പം നീ അടിച്ചാൽ ഒടുവിൽ നീ ഇങ്ങനെ അടിക്കേണ്ടി വരികയല്ല. ഇപ്പം നീ അടിക്കാതിരുന്ന ഒടുവിൽ കിടുകിടുകിടാന്ന് തങ്കമ്മ കാപ്പി തരുമ്പോഴും തങ്കമ്മയെ കാപ്പി പിടിക്കാൻ മേല, ഗ്ലാസെ പിടിക്കാൻ മേല, അടിയാടി നീ പിടിപ്പിക്കാൻ പറയും. മനസ്സിലായോ? നിന്റെ അവസരമൊന്നും നീ നഷ്ടപ്പെടുത്തി കളയരുത്. ആരോഗ്യമുള്ളപ്പം ദൈവത്തെ സ്തുതിക്കണം, ശബ്ദമുള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം, അല്ലെങ്കിൽ ആക്കമുള്ളപ്പം ദൈവത്തെ ആരാധിക്കണം, വാതുറക്കണമെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില കൺവെൻഷന്റെ ചെന്ന് സ്റ്റേജ് ആയിരിക്കുന്ന മിക്കത് വാ തുറക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുക. എന്തിനാണോ കയറി ഇങ്ങനെ? ചിലടത്ത് പാട്ടുകാരും അവര് പാടി വെച്ച് പമ്മുക. അവര് പാടുമ്പോ എല്ലാവരും ഇളയിക്കോണം. സ്തുതിച്ചോട്ടെ, ഒരിക്കൽ കൂടെ പോടാ. ഇട ദൈവത്തെ സ്തുതിക്കേണ്ടത് എല്ലാവരും കൂടാ. പാട്ട് പാടുന്നവരും പ്രായമുള്ളവരാണെങ്കിലും യൗവനക്കാരും ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും, ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും, ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. ഓ താപ്പുകൾ കിന്നര കൈതാളമേ, ഓ താപ്പുകൾ കിന്നര കൈതാളമേ, ഓ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വം തന്നാമത്തിന്, ഓ മഹത്വത്തിനോ സ്തോത്രയാഗത്തിന് യോഗ്യൻ, മഹത്വത്തിനോ സ്തോത്രയാഗത്തിനോ യോഗ്യനല്ല. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. വാതുറന്ന് പത്രോസ് വാ തുറക്കുകയല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയ. ചില ഉപദേശമാരുണ്ട്, അവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇളയിക്കോണം. ഇങ്ങനെ ഇലവങ്കയെ പിടിച്ച പോലെ എല്ലാവരും ഇരിക്കണം. വേറൊരാൾ പ്രസംഗിക്കുമ്പോ ഇവൻ അനങ്ങത്തില്ല. അതൊരു നല്ല നടപടിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചായന് തോന്നുന്നുണ്ടോ? ഇല്ല. അച്ചായന് തോന്നുന്നുണ്ടോ? മഠത്തിലേക്കല്ലേ? അല്ലേ? ആണെന്ന്. പിന്നെ ദൈവത്തിന് മഹത്വം. സകല എണ്ണവും ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യമാ. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നത് ഊമം തെറ്റിയിരുന്നല്ല, വാ തുറന്നു. നിന്നെ ദൈവം ചില വീട്ടിൽ വിടുന്ന വാ തുറക്കാനാ. നിനക്ക് ദൈവം തമ്പുരാൻ ഒരു സഭ തന്നത് വാ തുറന്ന കാര്യം പറയാനാ. നിനക്ക് കൺവെൻഷൻ സ്റ്റേജ് ദൈവം കയറ്റുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വാ തുറന്ന കാര്യം പറയാനാ. നീ എന്നാലും നേതാവിനെ കണ്ടും സെൻട്രൽ പാസ്റ്ററെ കണ്ടും കൗൺസിലിനെ കണ്ടും നിന്റെ കുന്തം കണ്ട് നീ ആവശ്യമില്ല പറയാതിരിക്കരുത്. വിളിച്ചത് ദൈവമാ. അവരല്ല നമ്മുടെ വിഷയം, ദൈവമാ വിഷയം. വാ തുറന്ന് പറയേണ്ട കാര്യം വാ തുറന്ന് പറയണം. അത് മന്ത്രിയാണെന്ന് നോക്കണ്ട, MLA ആണെന്ന് നോക്കണ്ട, വാർഡ് മെമ്പർ ആണെന്ന് നോക്കണ്ട, ഐമേനിയോ തിരുമേനിയോ, അവൻ ബിഷപ്പാ മെത്രാന ഒന്നും നോക്കണ്ട, സെൻട്രൽ പാസ്റ്ററാ, അവൻ കൗൺസിൽ മെമ്പർ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെയൊക്കെ ബഹുമാനിച്ചോ ആദരിച്ചോ, പക്ഷേ വാ തുറന്ന് കാര്യം പറയണം. സ്തോത്രം. ഞാനേ ദൈവസന്നിധിയില് അഹങ്കരിച്ചൊന്നും പറയല്ലേ. എനിക്ക് അവസരം കിട്ടിയാൽ എനിക്ക് തന്ന കൃപയ്ക്ക് അനുസരിച്ച് പറയും. ആരെന്നാ ചിന്തിക്കുന്ന എന്തോ പറയുന്നത് എന്റെ വിഷയമല്ല. എടാ, അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ആ രക്ഷിക്കപ്പെടുന്നത്. അന്ധകാരത്തിന്റെ പിടിയിൽ കിടന്ന എന്നെ യേശു രക്ഷിച്ചു.
ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്ന എന്നെയും എന്റെ ദൈവം രക്ഷിച്ചതാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതെ രോഗപീഠകളിൽ വലഞ്ഞ് ഗത്യന്തരമില്ലാതിരുന്ന എന്നെ യേശു രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. ആ രക്ഷകയുടെ സുവിശേഷം അവസരം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ അത് നന്നായിട്ട് വാ തുറന്ന് പറയണം. പിന്നെ പറയുന്നതിന് ഇച്ചിരി പരിജ്ഞാനമൊക്കെ വേണം. പണ്ടൊരാളോട് പരസ്യത്തിന് കൊണ്ടുപോയി, പുള്ളിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. പുള്ളി വേറൊരു ഡയലോഗ് പറഞ്ഞു വെച്ചു, ലൈവുള്ളതുകൊണ്ട് പറയുന്നില്ല. ഇതുപോലെ വേറെ ആരെങ്കിലും കൊണ്ടേ പറയണം, പറഞ്ഞു വെച്ചാൽ ഞാൻ പോകുന്നുള്ളെന്ന്. ഞങ്ങളുടെ കൊച്ചാൻ പറഞ്ഞു, അയാളെ പോളയ്ക്കകത്തെടുത്തിട്ടും പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പോകുവാന്നും പറഞ്ഞു. മൈക്ക് സെറ്റുകാരൻ അത് ഓഫ് ആക്കുകയും ചെയ്തു. കാരണം അടുത്തുള്ളവർ കേട്ടാൽ മതി, ദൂരെ നിന്നും വന്ന് എന്തിനാ തല്ലി മേടിക്കുന്നത്, ബോധക്കേടുകാരും ഉണ്ട്. അപ്പം അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷെ വാ തുറന്ന് കാര്യം പറയണം. വാ തുറന്നു പറഞ്ഞു തന്നെ എന്നാ വായിച്ചത്? 38 വായിച്ചേ. നസറയനായ യേശു. അപ്പൊ യേശുവിന്റെ കാര്യമാ പറഞ്ഞത്. അതാ സുവിശേഷം. യേശുവിന്റെ കാര്യം പറഞ്ഞു, സുവിശേഷം. ആ സുവിശേഷം കേട്ടപ്പോൾ ഇനി 44 ഈ വാക്കുകൾ ഏത് പറഞ്ഞ? പത്രോസിന്റെ കാര്യമൊന്നുമില്ല, യേശുവിന്റെ കാര്യമാണ് പറഞ്ഞേ. സുവിശേഷം പറഞ്ഞപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും മതി ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഒന്ന് സുവിശേഷത്തിന്റെ ഈ സത്യം കേട്ട് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം, അഭിഷേകം പ്രാപിക്കും. ഒന്ന് മാനസാന്തരപ്പെടും, 2 അഭിഷേകം പ്രാപിക്കും. ഫിലിപ്പോസിനോട് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞപ്പോൾ പുള്ളി സ്നാനപ്പെട്ടു. സുവിശേഷം കേട്ടാൽ ഇത് നടക്കും. കൊർന്നേലിയോസിന്റെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു, ആമേൻ സ്നാനവും നടന്നു, കേട്ടവരെല്ലാം അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചു, പിന്നെ സ്നാനപ്പെട്ടെങ്കിലും അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. സുവിശേഷം കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകണം. ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സുവിശേഷം അല്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിട്ടേക്കാം. സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തി 2:40 വായിച്ചു. 2:40 വായിച്ചു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വേർപാട് പാലിക്കണം. ഒന്നുകൂടെ 40-ാം വാക്യം വായിച്ചേ. 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞ വേർപാട് പാലിക്കണം. സുവിശേഷം കേട്ട വേർപാടുണ്ട്. സുവിശേഷം നീ കേട്ടിട്ട് ഇതുവരെ വേർപാട് പാലിക്കുന്നെങ്കിൽ നീ കേട്ട സുവിശേഷം ശരിയായ സുവിശേഷമല്ല. സുവിശേഷം കേട്ടാൽ വേർപാട് പാലിക്കും. നേരത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒന്നും പിന്നെ വകവെച്ചു കൊടുക്കുകയല്ല. ഇത് വേർപാടിന്റെ ഉപദേശമാ. ഇത് അപ്പോസ്തലിക ഉപദേശമാ. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. സ്തോത്രം. കേറി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചിലക്ക് ഇതിനകത്ത് രോഗശാന്തി ഉണ്ടെന്ന്, അതാ ഉപദേശം. ഇതിനകത്ത് രോഗശാന്തി ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സുവിശേഷം കേട്ടാൽ ഇതൊക്കെ നടക്കും. നിന്റെ മാറാ രോഗത്തെ യേശു സൗഖ്യമാക്കും. നിന്റെ തീരാവ്യാധികളെ യേശു സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇതാ സുവിശേഷം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. എന്തുവായി സമയം? 9. ഇപ്പൊ ഇന്നങ്ങ് നിർത്താന്നോ? എപ്പം നിർത്തണം? എനിക്ക് നല്ല നിയോഗമാ. പിന്നെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നവർക്കും പോകണ്ട. ഞാൻ ഇന്നൊരു എന്തുവാ ഒരു 9:30 അങ്ങ് നിർത്താന്നോ? എന്താ നിങ്ങൾ പറ. ആയിക്കോട്ടെ. അരി ബന്ധമൊന്നും എല്ലാ അരിയും ഞെക്കണ്ടല്ലോ, ഒന്ന് ഞെക്കിയാൽ മതി. 9:30 നടത്താം. നാളെ ഞാൻ നേരത്തെ വരാം. അപ്പോൾ ഒരു 6:45 സമയം എന്താ എന്നാ? അപ്പോൾ ഒരു 9 ആകുമ്പോൾ നിർത്താം. 7:45, 8:45 ഒരു 2.25 മണിക്കൂർ ശുശ്രൂഷിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് 9 ആകുമ്പോൾ എല്ലാവർക്കും പിരിയുകയും ചെയ്യാം. ഇന്നങ്ങ് പെട്ടെന്ന് നിർത്തുക. വേണ്ട പുസ്തകം മടക്കി
നിങ്ങൾക്ക് അയാൾ ഇതുവരെ മടക്കിയിട്ടില്ല, ഇപ്പൊ ഒന്ന് നിർത്തുകയല്ലെന്ന മടക്കി. അങ്ങനെ ആണെന്നില്ല, പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. എല്ലാം വചനപ്രകാരം പോട്ടെ, വചനപ്രകാരം പോട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന? സർവ്വജനത്തിന് സന്തോഷം. ആ സന്തോഷമുള്ള സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, മാനസാന്തരം, തിരിച്ചു വരവ്. 2, സ്നാനം, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. 3, അഭിഷേകം പ്രാപിക്കും. 4, വേർപാട് പാലിക്കും. ഇതില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല. ഈ അനുഭവങ്ങളിൽ വരാത്തവര് ശരിയായ സുവിശേഷം കേട്ടവരല്ല. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം കൃപ നൽകട്ടെ. വായിച്ച കുറുവാക്യം ഒന്ന് വായിച്ചേച്ചേ. 2 കാര്യം പറഞ്ഞ് കൃത്യം 9:30 ഇന്ന് അങ്ങ് നിർത്താം. വായിച്ചില്ല പിന്നെ ബുദ്ധിമുട്ട് വരും. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്ത് വിശേഷതയുള്ളൂ? ദൈവത്തിന് മഹത്വം. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത? ഞാൻ ഓർപ്പിച്ചല്ലോ, ഇങ്ങനെയുള്ള ഈ സത്യസുവിശേഷമാകുന്ന ഈ വേദപുസ്തകത്തിൽ, ഈ 66 പുസ്തകത്തിൽ സംഗീത പുസ്തകങ്ങൾ പലതുണ്ട്. ആ സംഗീതങ്ങളിൽ വളരെ മെച്ചപ്പെട്ട സംഗീത പുസ്തകമാണ് പാട്ടുകളുടെ പാട്ടാകുന്ന ഈ ഉത്തമഗീതത്തിന്റെ പുസ്തകം. ഈ പുസ്തകം എഴുതിയത് ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമായി. ശലോമോൻ 2-3 പുസ്തകം എഴുതി. ദൈവത്തിന്റെ മഹത്വം. 2-3 പുള്ളി എഴുതി. പുള്ളി പുസ്തകം മാത്രമല്ല, ഒത്തിരി എഴുതി. പുള്ളി എഴുതിയതെല്ലാം കൂടെ ഇപ്പം കിട്ടിയിട്ടില്ല. 4:29 അല്ലയോ പുള്ളി എഴുതിയത്? എന്ത് വേണ്ട ഉണ്ടായിരുന്നത്? 4-ാം അധ്യായത്തിന്റെ 29, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29. താൾ ഇങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് താഴെ ഭാഗത്തായിട്ടുണ്ട്. വായിച്ചേ. ഓർക്ക വായിര് മൈക്ക് തന്നെ വായിക്കുക. ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും ദൈവ ശലോമോൻ ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. ഹൃദയവിശാലതയും ശലോമോന് കൊടുത്തു. ശലോമോന് ദൈവം കൊടുത്തെന്ന സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രയീമിയുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. ഭയങ്കര ജ്ഞാനമായിരുന്നു. അടുത്ത വാക്യം. സകല മനുഷ്യരെക്കാളും എസ്രാഹീനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവരിലും വലിയ ജ്ഞാനിയായിരുന്നു. അടുത്തത്. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അടുത്തത്. 3000 സദൃശവാക്യം പറഞ്ഞു. അത് മൊത്തം നമുക്ക് കിട്ടിയിട്ടില്ല. 3000 സദൃശവാക്യം. പിന്നെ അവന്റെ ഗീതങ്ങൾ 1005. 1005 ഗീതത്തിൽ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഉത്തമ ഗീതം. ബാക്കി 1004 എന്തിയേ എനിക്കറിയാൻ മേല. 1005 ഗീതം എഴുതി. അതിൽ ഒരെണ്ണോ നമുക്ക് കിട്ടിയുള്ളൂ, ഉത്തമ ഗീതം. അത് നമ്മൾ വായിക്കത്തുമില്ല. അതിനാന്ന് ചോദിച്ചു, അതൊന്നും വായിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അത് ഞാൻ നാളെ പറയാം. വായിക്കാൻ കൊള്ളാവോ വായിക്കാൻ കൊള്ളുകയോ എന്നുള്ളത് നാളെ, ഇതിന്റെ വിശേഷത എന്നാണ് നാളെ പറയാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 3000-ഓളം സദൃശവാക്യം, പിന്നെ 1005 ഗീതങ്ങളും. ലെബാനോനിലെ ദേവദാരു മുതൽ ഭിത്തിയിലെ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും എന്ന് പറഞ്ഞ ബോട്ടണി. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? സ്തോത്രം. ഇത്ര പ്രഗൽഭനും മിടുക്കനും അങ്ങനെയുള്ള ആളാ ശലോമോൻ. പുള്ളി 3 പുസ്തകം എഴുതിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സദൃശവാക്യവും സഭാപ്രസംഗി ഉത്തമഗീതം. ഇതിനെപ്പറ്റി വേദ പഠിതാക്കൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ദാവീദിന്റെ മകനാണല്ലോ ശലോമോൻ, അല്ലയോ? നല്ല മോനാ. ശലോമോൻ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഈ 3 പുസ്തകത്തെ പറ്റി പറഞ്ഞത് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപന്ന് തുപ്പട വീണപ്പോൾ ഉള്ള പുസ്തകവും. ഇതായി 3 പുസ്തകം. എന്നാ കൃപയിൽ നിന്നപ്പോൾ ഉള്ള പുസ്തകം, കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള പുസ്തകം, കൃപയെന്ന് പൂർണ്ണമായിട്ട് അത് പുസ്തകം വായിക്കുമ്പോൾ അറിയാം. കൃപയിൽ നിന്നപ്പോൾ ഉള്ള പുസ്തകമായിരുന്നെന്നാ പറയുന്നത് ഉത്തമഗീതം. അതാ പറഞ്ഞത്, എന്റെ പ്രിയനോ വെണ്മയും. കൃപ കേൾക്കുമ്പോ അറിയാവല്ലോ. എന്റെ പ്രിയനോ വെണ്മയും നല്ലാരിൽ സുന്ദരി നിന്റെ
പ്രിയ എന്തു വിശേഷത ഉള്ളോ നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയ എന്തു വിശേഷത ഉള്ളോ ആയിരം പത്താല് നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട് ആയിരം പത്താല് നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട് അതിൽ എന്നേശുവിൽ അക്കരിങ്കാകയെ നോക്ക് അതിൽ എന്നേശുവിൽ മുടിയുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. കൃപയിൽ നിന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പം എഴുതിയ പുസ്തകമാണ് സദൃശവാക്യം. മുഴുവൻ ഗുണദോഷമാണ്. മോനെ അമ്മയെ വിറപ്പിക്കരുത്, അപ്പൻ്റെ ഉപദേശം കേൾക്കണം. ഇല്ല, കൃപയെന്ന് പോയാലും ചിലരെ പിള്ളേരോട് ഉപദേശം പറയുക, ബീഡി വലിക്കരുത്, പുള്ളി വലിച്ചോണ്ടോ വലിക്കരുത് കേട്ടോ. കവള് സോഡാക്കുപ്പി പോലായി, എന്നാലും കൊച്ചുങ്ങളോട് പറഞ്ഞ് വലിക്കരുത് കേട്ടോ. ആരെയാണ് കുടിക്കുന്നത്? പുള്ളി ഓടെ കിടക്കുക, എന്നാലും പുള്ളി മറ്റൊന്ന് ബേവി കുടിക്കരുത്, പുള്ളി പരുവക്കേടി കിടക്കുക. നമ്മുടെ ഇടയിൽ ചില സഹോദരിമാർ പറയല്ലേ, പിള്ളേരെ അപ്പനെ അമ്മയെ അനുസരിക്കാം. നീ അനുസരിച്ചതാണോ? മാതാപിതാക്കളെ ബഹുമാനിക്കണം. നീ ബഹുമാനിച്ചോ? ഞാനും നിങ്ങളും ചെയ്താലല്ലേ നമുക്ക് കിട്ടുവുള്ളൂ. സ്തോത്രം. അപ്പൊ ഈ കൃപയിൽ പൊയ്ക്കോണ്ടിരുന്നപ്പോ എഴുതിയ പുസ്തകമാ സദൃശവാക്യം. കൃപയിൽ നിന്ന് മൊത്തം പോയപ്പോ എഴുതിയതാന്നാ പറഞ്ഞ സഭാപ്രസംഗി. വായിക്കുമ്പോൾ അറിയാം. പുള്ളി ഒടുവിൽ പരുവക്കേടായിട്ട് പറഞ്ഞു, മനുഷ്യനും ചാകുന്നു മൃഗവും ചാകുന്നു, രണ്ടിന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നെന്ന്. മേപ്പോട്ടാന്നോ? ഇപ്പൊ ഈ പരുവത്തിലായി. ഒറ്റ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കിയ ആളാ. പുകയും തീയും എല്ലാം കൂടെ ഇറക്കിയ ആൾ ഇപ്പൊ പറയാ മേപ്പോട്ട് പോകുന്നു. കൃപയിൽ നിന്ന് എഴുതിയതാ ഉത്തമഗീതം. ഞാൻ അത് നാളെ നമുക്ക് 9:30 എന്ന് പറഞ്ഞെങ്കിലും 10 മിനിറ്റ് മുമ്പ് അങ്ങ് നിർത്തുക. അപ്പം നിങ്ങൾക്ക് ഒരു സമാധാനമായിക്കോട്ടെ. നാളെ കർത്താവ് അനുവദിച്ചാൽ 6:45 വചനം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും എല്ലാവരും പ്രാർത്ഥനയോടെത്താം. നമുക്ക് നേരത്തെ നിർത്തുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ആവശ്യമുള്ള സന്ദേശം ഞാൻ തന്നു, അത് മതി. ഇന്ന് സുവിശേഷം പറഞ്ഞല്ലോ. നാളെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യത്തോടെ ചിന്തിക്കാം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷം? അത് നമുക്ക് നാളെ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. നമ്മുടെ പ്രിയൻ വിശേഷതയുള്ള പ്രിയനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത എന്നാണെന്നറിയാമോ? പാപത്തെ മോചിക്കുന്നവനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത രോഗശാന്തി തരുന്നവനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത നിനക്ക് സമാധാനം തരുന്നവനാ. നമ്മുടെ പ്രിയനോ ആയിരങ്ങളിൽ 10,000 സുന്ദരനാ. ഇന്ന് രാത്രി 1000 സുന്ദരനാകുന്ന നല്ല പ്രിയനെ കരമുയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. 10,000 അഴക് തിങ്ങുമൻ പ്രിയനെ, 10,000 ഉമ്മൻ പ്രിയനെ കാണൂ. ഓ ബോജപുരേ കൈയടിച്ചു ചേർന്ന് കാണൂ ഞാൻ ബോജപുരേ താതൻചാരേ ചാലേപുരേ കാൺമതി നദി കാലമ കൺകൊതിച്ചൊരു നാഥന്, കാൺമതി നദി കാലമ കൺകൊതിച്ചൊരു നാഥന്. അതിശയമിതമകതിയ ഭൂമിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയമിതമകതിയ ഭൂമിൽ വീണ്ടെടുത്തൊരു ദേവനെ. 10,000 അഴകു തിങ്ങുമൻ പ്രിയനെ, 10,000 അറിയാവുന്നവരെ കൈയടിച്ച് ചേർന്ന് ഓ കാണൂ ഞാൻ ബോജപുരേ താതൻചാരേ ഓ കാണൂ കൈയടിച്ച്
അതിർജനപല ദൂതരെ ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അതിർജനപല ദൂതരെ ഓ അവിടെ ഞാൻ അവർ തേജത്തിനുടലടിഞ്ഞു വസിക്കവേ ഓ അവിടെ ഞാൻ അവർ തേജത്തിനുടലടിഞ്ഞു വസിക്കവേ ഓ വാഴ്ചകളധികാരമാധികം ഭൂത സഞ്ജയതേതരെ ഓ വാഴ്ചകളധികാരമാധികം ഭൂത സഞ്ജയതേതരെ കാണൂ ചേർന്ന് കൈയടിച്ച് വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞാകുന്നു പോയ വിശ്വസ്തരെ വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞാകുന്നു പോയ വിശ്വസ്തരെ ഓ വരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ ഓ വരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ കാണൂ പ്രത്യാശയോടെ കൈയടിച്ച് ഓ ആദഞ്ചാരേ അമേശാലേ പുരേ ഓ കാണൂ ഞാനേ ചൂടോ റബടബല പടബ ദിരിക ബല ചാരേ ശാലേ പുരേ ഓ വരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ ഓ വരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ ആ വരിയിലായവർക്കായോടിത്തിടും വിവിധ മകര വസ്തുക്കൾ ഓ വരിയിലായവർക്കായോടിത്തിടും വിവിധ മകര വസ്തുക്കൾ ഓ വിമല സ്ഫടിക തുല്യമാൻ തങ്ക നിർമ്മിത വീതിയോ ഓ വിമല സ്ഫടിക തുല്യമാൻ തങ്ക നിർമ്മിത വീതിയോ കാണൂ ഞാൻ അയ്യടിച്ച് ചേർന്ന് പ്രത്യാശയോടെ ഓ കാണൂ ഞാൻ ഓ വിവിധ കല്ലികൾ മാസം തോറും വിളകിക്കും ജീവമരമത് വിവിധ കല്ലികൾ മാസം തോറും വിളകിക്കും ജീവമരമത് അവയിൽ ഇലക ജാതികൾക്ക് അങ്ങനെയുള്ള ലോകശമനവും അവയിൽ ഇലക ജാതികൾക്ക് അങ്ങനെയുള്ള ലോകശമനവും ഓ പലങ്കുപോലെ ശുഭ്രമായ